ഇങ്ങനെ വെക്കും, ഒരാളെ തന്നെ പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. പുതുതായി ജോയിൻ ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ഉത്സാഹത്തോടെ ജോയിൻ ചെയ്യുന്ന, ദൈവവചനം പഠിക്കുവാൻ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉത്സാഹത്തെ ഞങ്ങൾ മാനിക്കുകയും ഈ ദൈവവചന പഠനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻ ഡോക്ടർ സാക് വർഗീസ് താൻ എൻഡ് ടൈം ഇവന്റ്സ് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് തുടർമാനമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ ഈ ക്ലാസ്സുകൾ ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക്, പിന്നീട് ഇത് കേൾക്കുന്നവർക്കെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം എല്ലാവരും ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ എലിസബത്ത് വർഗീസ് ആന്റി, എറ്റിയാന്റി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവാൻ ദൈവമേ, കർത്താവെ, അടിയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഈ രാത്രിയുടെ യാമത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് വചനം പഠിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ പ്ലാറ്റ്ഫോമിനായി, ഈ ഓൺലൈൻ ബൈബിൾ കോളേജിനായി, അഗാപ്പെ ബൈബിൾ കോളേജിനായി സ്തോത്രം. കർത്താവ് പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ വചനം പഠിക്കുന്നത് ഞങ്ങളുടെ അനുഗ്രഹത്തിനും അനേകരുടെ വിടുതലിനും ആശ്വാസത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകാല ഇന്ന് ക്ലാസ് എടുക്കുന്ന സാക് വർഗീസ് പാസ്റ്ററിനായി സ്തോത്രം. കർത്താവ് അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനം കർത്താവെ അവിടുന്ന് നൽകുന്നത്, കർത്താവിൽ നിന്ന് പ്രാപിച്ചത് അടിയങ്ങൾക്ക് നൽകി തരുവാൻ കർത്താവ് അങ്ങയുടെ ദാസനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ കർത്താവെ പ്രസ്താവിപ്പാൻ, അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ ആഴമായി പതിയുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കി തീർക്കുവാനൊക്കെ കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ലാലു പാസ്റ്ററിനായി, ഷാജി പാസ്റ്ററിനായി ഒക്കെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈൻ അഗാപ്പെ ബൈബിൾ കോഴ്സ്, അഗാപ്പയുടെ ഓൺലൈൻ ബൈബിൾ കോഴ്സ് കർത്താവെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കൂടി വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചിരിക്കാനും സ്തോത്രം. സകലവും അവിടുത്തെ പുത്രനായ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രിയ സിസ്റ്റർ സൂസൻ വർഗീസ് എപ്പോഴും അത് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്. അത് പർപ്പസ്ലി ആണോ എന്നറിയത്തില്ല. വീണ്ടും വീണ്ടും അൺമ്യൂട്ട് ആകുന്നു. ദയവായിട്ട് ശ്രദ്ധിക്കുക, അവിടെ ആരാണെങ്കിലും. പ്രത്യേകാൽ പ്രിയ ആന്റിക്കായി സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തൻ്റെ മകൾ ന്യൂജേഴ്സിയിൽ നിന്ന് പ്രിയ സിസ്റ്റർ ടിൻഡു വളരെ ആത്മാർത്ഥമായ ജോയിൻ ചെയ്യുന്നു. ഇതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിൻ്റെ ദാസൻ റവറൻ ഡോക്ടർ സാക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ ലാലു. ഈ സമയം ഒരുക്കി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്ത്യയിൽ നിന്നൊരു മിഷണറി, ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് പല സ്ഥലങ്ങൾ സഞ്ചാരത്തിലായിരുന്നുകൊണ്ടാണ് കഴിഞ്ഞ തിങ്കളാഴ്ച എടുക്കാൻ സാധിക്കാഞ്ഞത്. അതിന് പകരം ഇന്നിങ്ങനെ വെള്ളിയാഴ്ച ഇത് മാറ്റി ക്രമീകരിച്ചതിനായിട്ട് താങ്ക് യു പാസ്റ്റർ ഫോർ ഡൂയിങ് ദാറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ലാലുവിനും പാസ്റ്റർ ഷാജിക്കും അതുപോലെ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ എൻഡ് ടൈം ഇവൻറ്റ്സ്, അന്ത്യകാല സംഭവങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാൻ സാധിച്ചു. ഇന്ന് അതിനോട് ചേർന്ന് വീണ്ടും നമുക്ക് ചിന്തിക്കാം. ഈ വിഷയങ്ങൾ അല്പം പ്രയാസമുള്ള വിഷയങ്ങളാണ് മനസ്സിലാക്കി ഓർത്തിരിക്കുവാൻ. അതുകൊണ്ട്
എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വിഷയം, ഒരു ക്ലാസ് പഠിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളതിൻ്റെ ഈ നോട്ട് എടുത്ത് യൂട്യൂബിലുണ്ട്, അത് എടുത്ത് നിങ്ങൾ വീണ്ടും അത് വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അതുപോലെ ആരെങ്കിലും ഒരു ക്ലാസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് അത് യൂട്യൂബിൽ നോക്കി പഠിച്ചതിന് ശേഷം വേണം പിന്നീടുള്ള ക്ലാസ്സിൽ വരാൻ. ഇത് ഒരു തുടർച്ചമാനമായ കാര്യങ്ങളായതുകൊണ്ട് ഒരു 1-2 ക്ലാസ് വിട്ടുപോയാൽ പിന്നെ ഇത് മനസ്സിലാക്കാൻ ഉള്ള പ്രയാസം വരും. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ശ്രദ്ധയോടെ പഠിച്ചാൽ വളരെയധികം പ്രയോജനമുള്ളതും നമ്മളുടെ ജീവിതത്തിനും അനേകർക്കും ഒരു വലിയ അനുഗ്രഹമായി തീരുവാനും ഈ ക്ലാസ് സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. മുഖവരിയായിട്ട് അത്രയും പറഞ്ഞെങ്കിലും ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കാര്യം. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ ലോകത്തിൽ മനുഷ്യരെ പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇത് ഒരു യഥാർത്ഥ ക്ലാസിഫിക്കേഷൻ അല്ല, എന്നാൽ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം അനുസരിച്ച് ലോകത്തിലുള്ള ആൾക്കാരെ 3 കൂട്ടരായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. അതിൽ ഒന്ന് യഹൂദന്മാർ, രണ്ടാമത് ഇസ്രായേൽ, 3 സഭ. ഈ 3 വിഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ പഠനം എങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്തു, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്തെന്ന് ചോദിച്ചാൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നത് അന്ത്യകാല പ്രവചനങ്ങൾ കൊണ്ടാണ്. അന്ത്യകാല പ്രവചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ദൈവം ഈ 3 കൂട്ടരോട് പറഞ്ഞ പ്രവചനങ്ങളാണ് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് പഠിക്കുവാൻ ഞാനിത് ഓർഗനൈസ് ചെയ്തു. പല രീതിയിൽ നമുക്ക് പഠിക്കാം, എന്നാൽ എൻ്റെ ഒരു പഠിപ്പീരിന് വേണ്ടി, പഠനത്തിന് വേണ്ടി ഈ രീതിയിൽ ഞാനത് ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഈ അന്ത്യകാല പ്രോഫസികൾ നോക്കുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടത്. ഒന്ന്, ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും, അന്ത്യകാലമാകുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും. 2, അന്ത്യകാലമാകുമ്പോൾ ഇസ്രായേലിന് എന്ത് സംഭവിക്കും. 3-ാമതായിട്ട്, എങ്ങനെയാണ് സഭയുടെ അവസാന ദിവസങ്ങൾ, എങ്ങനെയാണ് സഭ അതിൻ്റെ അന്ത്യകാലത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സഭ. ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്ത്യകാല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബന്ധത്തിൽ പ്രാവചനിക വിഷയങ്ങളായിട്ട് ദൈവം കാലാകാലങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നാൽ അനേക കാര്യങ്ങളും മിസ്റ്ററീസാണ്, അത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാം നമുക്ക് പ്രവചനം പഠിക്കുമ്പോൾ എല്ലാം വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. ചില കാര്യങ്ങൾ കഴിഞ്ഞത് നമുക്ക് മനസ്സിലാകും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് മനസ്സിലാകും, ഇനിയും വരാനുള്ളത് കുറച്ച് മനസ്സിലാകും, എന്നാൽ ഒത്തിരി ഒന്നും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ദൈവം കാലാകാലങ്ങളിലായിട്ട് ഇത് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾക്കതിൻ്റെ അർത്ഥം മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ, അമേരിക്കയിലായിരിക്കുമ്പോൾ, അന്ന് എൻ്റെ ഒരു അങ്കിള് വളരെ ഒരു കുഗ്രാമമായ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് താമസിച്ചതാണ്. എന്നാൽ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ നടക്കുന്ന സോക്കർ, ബാസ്കറ്റ്ബോൾ ഇതെല്ലാം കണ്ടു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ്, 10-40 വർഷം മുമ്പ് ഞാൻ ഈ റെവലേഷൻ, ഈ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ 2 സാക്ഷികളുടെ മരിച്ചു കിടക്കുന്ന ശവശരീരം ലോകമെമ്പാടും ഒരു നിമിഷം കൊണ്ട് കാണുമെന്ന് പഠിപ്പിച്ചപ്പോൾ അതെങ്ങനെ സംഭവിക്കും നമുക്കറിയത്തില്ലായിരുന്നു. അന്ന് ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നുമില്ല. എന്നാൽ ഇൻ്റർനെറ്റ് വന്നതോടെ മിനിറ്റ് വെച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഒരു കാലത്ത് മറഞ്ഞിരുന്ന ആ പ്രാവചനിക വിഷയം പിന്നീട് ഒരു കാലമായപ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലായി. എന്ന് പറഞ്ഞ പോലാണ് പ്രവചനം എന്ന് പറയുമ്പോൾ അത് ഓരോ ഭാഗമായിട്ടും അംശമായിട്ടുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പല ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിവുന്നിടത്തോളം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഞാൻ പറയാം. അത് നിങ്ങളത് അതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കി അത് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം അന്ത്യകാലത്ത്
ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അത് 2-3 ക്ലാസ്സുകൾ മിക്കവാറും ആ വിഷയത്തിലേക്ക് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് പ്രാവചനികമായി പറഞ്ഞാൽ അത് ദാനിയേൽ പ്രവചനം, ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു മുഖവര പറഞ്ഞിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അതുകൊണ്ട് എന്താണ് ലോകരാജ്യങ്ങൾക്ക് സംഭവിക്കാനുള്ളത്? അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മിസ്രൈം, ഈജിപ്റ്റ് ഒരു ലോക സാമ്രാജ്യമായിരുന്നു. അതിനുശേഷം അസീറിയ ഒരു ലോക സാമ്രാജ്യമായിരുന്നു. അതിനുശേഷം ബാബിലോൺ ഒരു ലോക സാമ്രാജ്യമായിരുന്നു. അതിനുശേഷം മീഡോ പെർഷ്യൻ ഒരു ലോക സാമ്രാജ്യമായിരുന്നു. അതിനുശേഷം യവന സാമ്രാജ്യം, ദ ഗ്രീഷ്യൻ എംപയർ. അതിനുശേഷം റോമ സാമ്രാജ്യം. അങ്ങനെ പല സാമ്രാജ്യങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബാബിലോൺ സാമ്രാജ്യം ആയിരുന്നപ്പോൾ, ബാബിലോൺ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ, ദൈവവചനത്തിൽ പഠിക്കുമ്പോൾ മൂന്നാമതായിട്ട് പ്രധാനമായിട്ട് കാണുന്ന ഒരു ലോകരാജ്യമാണ്, സാമ്രാജ്യമാണ് ബാബിലോൺ. ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, മിസ്രൈം ഇസ്രായേൽ മക്കളെ അനേക വർഷങ്ങൾ അടിമത്തത്തിൽ, 400 വർഷങ്ങൾ അടിമത്തത്തിൽ ഇരുത്തി ഭരിച്ച ഒരു ലോക സാമ്രാജ്യമാണ് മിസ്രൈം, ഈജിപ്റ്റ്. അതിനുശേഷം ഇസ്രായേൽ മക്കളെ നോർത്തേൺ കിങ്ഡം, 12 രാജ്യങ്ങളുള്ള ഇസ്രായേലിൻ്റെ അതിൻ്റെ 10 ട്രൈബുകളെ, നോർത്തേൺ കിങ്ഡം എന്ന് പറയുന്നതിനെ കീഴ്പ്പെടുത്തിയത് അസീറിയാണ്. അതിനുശേഷമായിട്ടാണ് നെബൂഖദ്നേസർ യഹൂദ എന്ന് പറയുന്ന അത് ട്രൈബിനെ കീഴടക്കുന്നത്. 2 ബെഞ്ചമിൻ ആൻഡ് ജൂഡ. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത്, ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ ഈ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് അതിൻ്റെ നേതാവായിട്ട് ഭയങ്കരമായ ഭീഷണിയോടെ ഭരിച്ച ഒരു രാജാവാണ് നെബൂഖദ്നേസർ. അദ്ദേഹമാണ് യെരുശലേമിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം പിടിച്ചുകൊണ്ട് പോവുകയും ബന്ധിതരായിട്ട് കൊണ്ടുപോവുകയും യെരുശലേമിനെ നശിപ്പിക്കുകയും അതിനുശേഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്ന ടൈറ്റസ് ആ യെരുശലേം ദേവാലയം കത്തിക്കുകയും ആ പട്ടണം കത്തിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ വിഷയം, അതായത് മുഖവരെയാണ് പറയുന്നത്. അങ്ങനെ വളരെ പ്രതാപത്തോടും വളരെ ശക്തിയോടും വളരെ മഹാനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ പ്രധാന വ്യക്തിയായിരിക്കുന്ന നെബൂഖദ്നേസർ. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തൻ്റെ പള്ളിമെത്തയിൽ ഉറങ്ങുവാൻ വേണ്ടി, താൻ ഉറങ്ങുവാൻ വേണ്ടി കിടന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ കൂടി ഒരു ചിന്തയുണ്ടായി. ആ ചിന്ത മറ്റൊന്നുമല്ല, ഇതാണ് ചിന്തിച്ചത്: തൻ്റെ കാലശേഷം ഈ രാജ്യമായിരിക്കുന്ന, ഇത്ര മഹാപ്രശസ്തി ആർജിച്ചിരിക്കുന്ന രാജ്യമായിരിക്കുന്ന ഈ ബാബിലോണ് ഇന്ന് എന്ത് സംഭവിക്കും എന്ന ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഒരു സ്വപ്നത്തിൽ കൂടി അദ്ദേഹത്തിന് അതിൻ്റെ മറുപടി കൊടുത്തു. ആ സ്വപ്നം രണ്ട് കാര്യങ്ങളുണ്ട് ആ സ്വപ്നത്തെക്കുറിച്ച്. ഇത് 2-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ ആ മുഖവര പറയാതെ ഉള്ള കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ആ സ്വപ്നത്തിൽ സ്വപ്നം കണ്ട് രാവിലെ താൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം ആ സ്വപ്നം അങ്ങ് മറന്നുപോയി. എന്താണെന്ന് ഒരു പിടിയുമില്ല. അദ്ദേഹം എല്ലാ രാജ്യത്തുള്ള എല്ലാ വൈസ്മെന്നിനെയും അവരെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു. സ്വപ്നം എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. നിങ്ങൾ സ്വപ്നം എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും എന്നോട് പറയണം എന്ന് പറഞ്ഞു. അവർക്ക് ആർക്കും പറയാൻ സാധിച്ചില്ല. അതിനുശേഷമായിട്ട് എല്ലാവരെയും, ഈ വൈസ്മേനെ എല്ലാം കൊല്ലാൻ വേണ്ടി ഒരു കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ദാനിയേൽ. ദാവീദും കേട്ടു ഇങ്ങനെ ബാബിലോൺ രാജ്യത്തുള്ള എല്ലാ വൈസ്മെനെയും കൊല്ലാൻ പോകുകയാണെന്ന് കേട്ടപ്പോൾ അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ നോക്കുന്ന ആര്യോക്ക് എന്ന് പറയുന്ന അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ദാനിയേൽ ഒരു കാര്യം അപേക്ഷിച്ചു, 1 ദിവസം തരണം, 2-3 ദിവസം തരണം, ഞാൻ ഇതിൻ്റെ അർത്ഥം പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇവരെ കൊല്ലാതിരിക്കാൻ വേണ്ടി
ഒരു 2-3 ദിവസത്തെ അവധി മേടിച്ച് താനും തൻ്റെ കൂട്ടുകാരുമായിരിക്കുന്ന ശദ്രക്ക്, മീശക്ക്, അബേദ്നെഗോ ഇവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങനെ പ്രാർത്ഥിച്ച രാത്രിയിൽ ദാനിയേലിന് ദൈവം ഈ സ്വപ്നം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അതോടുകൂടി തന്നെ അതിൻ്റെ അർത്ഥവും എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ സ്വപ്നവും അർത്ഥവും എന്തിനെക്കുറിച്ചുള്ളതാണ്? ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ മനസ്സിൽ തോന്നിയ വിഷയത്തെക്കുറിച്ച്. എങ്ങനെ ഈ ബാബിലോൺ രാജ്യത്തിൻ്റെ അവസാനം, എങ്ങനെ ഇത് മുമ്പോട്ട് പോകും, ഇതിൻ്റെ ഭാവി എന്താണ്? ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനിയും ആ ഭാഗം ഒന്ന് വായിക്കാം. അത് ഇതിനെ വായിക്കാൻ വേണ്ടി സുജയോ അല്ലെങ്കിൽ അക്സ, ഡാനി, ഈ 2 പേരിൽ ഒരാൾ അതിൻ്റെ ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ആദ്യമായിട്ട് 29 വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്കതിന് ശേഷം 29 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഈ 2 പേര് ആവശ്യമുണ്ട്. ഒരാൾ അതിൻ്റെ അഞ്ജു സാറായും എലിസബത്ത് വർഗീസും വായിക്കും അല്ലെ? അഞ്ജു സാറായും എലിസബത്ത് വർഗീസ്. മതി. അഞ്ജു സാറ, എലിസബത്ത്. ഓക്കെ, അഞ്ജു സാറ വായിച്ചാട്ട് പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ഒരു 10 വാക്യം 29 മുതൽ 39 വായിച്ചാൽ, ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമത്തയിൽ വെച്ച് തിരുമനസ്സിൽ ഉണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിപ്പാനിരിക്കുന്നത് അറിയിച്ചുമിരിക്കുന്നു. എനിക്ക് ഒരു നിമിഷം നിർത്താം. അപ്പൊ ഇതാണ് വിഷയം. ഇതാണ് ഞാൻ മുഖവരയായിട്ട് പറഞ്ഞത്. രാജാവ് കിടക്കയിൽ കിടന്ന് ചിന്തിച്ചു, ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിക്കാനിരിക്കുന്നത് അറിയിച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയും വായിച്ചാൽ, ഇനിയും 10 വാക്യങ്ങൾ 9 വാക്യങ്ങൾ വായിച്ചാൽ. എനിക്കു ജീവനോടിരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായി ജ്ഞാനമൊന്നും ഉണ്ടായിട്ടില്ല. രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയിക്കേണ്ടതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലുപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. തിരുമനസ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തു കളത്തിലെ പതിർപോലെ ആയി തീർന്നു. ഒരിടത്തും താങ്ങാതെ വേണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. അവിടെ നിർത്തിയിട്ട് ഇതിനുശേഷം ഇനിയുള്ളത് എലിസബത്ത് സിസ്റ്റർ വായിച്ചാട്ടെ. 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അർത്ഥവും അടിയങ്ങൾ തിരുമനസ് അറിയിക്കാം. രാജാവേ, തിരുമനസ്സുകൊണ്ട് രാജാതിരാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്ന് എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജത്വവും സർവഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള 3-മതൊരു രാജത്വവും ഉത്ഭവിക്കും. 4-മത്തെ രാജത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെയൊക്കെയും ഇടിച്ച് തകർത്ത് കളയും. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജത്വം ആയിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്നത് പോലെ രാജത്വം ഒട്ട് ബലമുള്ളതും ഒട്ട് ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല.
ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവനൊരു വഴിപാട്. ഹലോ, മതി 45 വരെ. താങ്ക് യു. അപ്പൊ അതിന് 44 വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ സിസ്റ്റർ. 44 മാത്രമേ വായിക്കാവൂ. 44. ഈ രാജാക്കന്മാരുടെ കാലത്ത് ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. മതി, ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. അപ്പോൾ ഇനിയും എല്ലാവരും ഒന്ന് ചിന്തിക്കുക, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ രാജാവ് രാജകിടക്കയിൽ കിടന്നുകൊണ്ട് ചിന്തിച്ചു, ഈ സാമ്രാജ്യം, എൻ്റെ ഈ രാജ്യവും ഈ പ്രതാപവും ഇതൊക്കെ എന്തായി മാറും എന്ന് തീരുമാനിച്ചപ്പോൾ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന, ഭാവിയെ വെളിപ്പെടുത്തുന്ന ദൈവം തൻ്റെ ഒരു സ്വപ്നത്തിൽ കൂടി ആ രഹസ്യങ്ങളെക്കുറിച്ച് കാണിച്ചു. അത് തൻ്റെ രാജ്യത്വം മുതൽ ഇത് അവസാനത്തെ കാര്യമാണ് പറഞ്ഞത്. അവസാനമാകുമ്പോൾ 10 രാജാക്കാരുമുള്ള ഒരു രാജ്യത്വം ഉണ്ടാകും. ആ സമയത്ത് സ്വർഗസ്ഥനായ ദൈവം, സ്വർഗത്തിലെ ദൈവം വന്ന് ഈ രാജ്യങ്ങളെ എല്ലാം, തൻ്റെ രാജ്യം ഉൾപ്പെടെ എല്ലാ ലോക സാമ്രാജ്യങ്ങളെയും തകർത്തുകൊണ്ട് സ്വർഗത്തിലെ രാജ്യം സ്ഥാപിക്കും എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മൾ വായിച്ചതിൻ്റെ ഒരു സമ്മറി. ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് ഒരു പടമൊക്കെ കാണിച്ച് ഇത് ഇമേജിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ, കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഈ രാജ്യത്തും വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. അതാണ് 44-45 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം എന്ന് പറയുന്ന വിഷയമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് ഒരു കണക്കിന് പറഞ്ഞാൽ, എൻ്റെ ഈ സ്ക്രീനിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതാണ് അദ്ദേഹം കണ്ട, ഇത് വരച്ചതാണ് അദ്ദേഹം കണ്ട ആ ഇമേജ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഒരു വലിയൊരു പ്രതിമ, അതാണ് പറഞ്ഞത്, വലിയൊരു പ്രതിമയായിട്ട് താനിത് കണ്ടു. ആ പ്രതിമയുടെ തല, ഇതാണ് തല. അത് തങ്കം കൊണ്ട് അല്ലെങ്കിൽ പൊന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു തലയാണ് നമ്മളവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഈ സ്വപ്നത്തിൽ കണ്ട, ഇദ്ദേഹം മറന്നുപോയെങ്കിലും ദാനിയേൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ്, ഈ ബിംബമാണ് സ്വപ്നത്തിൽ കണ്ടത്, ഈ ബിംബത്തിൻ്റെ തല. അത് കഴിഞ്ഞ് ബിംബത്തിൻ്റെ ഈ നെഞ്ചും ഈ 2 കൈകളുള്ള സ്ഥലം അത് വെള്ളി. അതിനുശേഷം ആ ബിംബത്തിൻ്റെ വയറും അരയും താമ്രം കൊണ്ട് ഉണ്ടാക്കിയത്. അതിനുശേഷം തൻ്റെ കാലുകൾ, ആ ബിംബത്തിൻ്റെ കാലുകൾ ഇരുമ്പ് കൊണ്ടും അത് താഴോട്ട് വരുമ്പോൾ ഇരുമ്പും കളിമണ്ണും കൊണ്ട് ഉണ്ടാക്കിയതായിട്ട് ഇങ്ങനെ വായിക്കുന്നു. അതിനുശേഷം ആ കാലിലോട്ട് നോക്കുമ്പോൾ 2 വശത്തുമായിട്ട് 10 വിരലുകളുണ്ട്. അതാണ് 10 സാമ്രാജ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. താൻ കണ്ട ബിംബം ഇതാണ്. ഈ ബിംബം മറ്റൊന്നുമല്ല, ലോകരാജ്യങ്ങളെക്കുറിച്ച് നെബൂഖദ്നേസറിനെ പഠിപ്പിക്കുവാൻ വേണ്ടി നെബൂഖദ്നേസറിന് കാണിച്ചു കൊടുത്ത ഒരു പ്രതിമയാണ് ഇത്. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തേത് ഗോൾഡ്. ഇതിനകത്ത് ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇവിടെ ഏറ്റവും വില കൂടിയ ഈ മെറ്റൽ, ഇതെല്ലാം മെറ്റൽസാണ്. ഈ കണ്ട ഈ മെറ്റലുകളിൽ ഏറ്റവും വില കൂടിയത് എല്ലാവർക്കും അറിയാം, അത് ഗോൾഡാണ്. അതിനേക്കാളും താഴ്ന്നതാണ് വെള്ളി, അതിനേക്കാളും താഴ്ന്നതാണ് താമ്രം, താമ്രത്തെക്കാളും താഴ്ന്നതാണ് ഇരുമ്പ്, ഇരുമ്പിനേക്കാളും താഴ്ന്നതാണ് കളിമണ്ണ്. അപ്പോൾ
ഒരു കാര്യം നോക്കണം, ഇവിടെ ദൈവം കാണിച്ച ഒരു കാര്യം നമ്മളെല്ലാവരും ഓർത്തിരിക്കും. നമ്മളൊക്കെ പലപ്പോഴും ഈ സഭയുടെ ഭാവിയൊക്കെ ഓർത്ത് നമ്മൾ പ്രയാസപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഈ വിഷയം കാണുമ്പോൾ ഓർത്തു കൊള്ളണം, സഭയുടെ ഭാവി വളരെ സുരക്ഷിതവും വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഭാവിയാണ്. ലോകരാജ്യങ്ങളുടെ ഭാവിയാണ് അതിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയതായ സ്വർണം തുടങ്ങി വെറും കളിമണ്ണായിട്ട് മാറുന്ന ഒരു അനുഭവം പോലെയാണ് ലോകരാജ്യങ്ങളുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ അടുത്തതായിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അന്ന് ദാനിയേൽ ഈ പ്രവചനത്തെക്കുറിച്ച് പറയുമ്പോൾ ദാനിയേൽ പറഞ്ഞു, അല്ലയോ രാജാവേ, ഈ ഏറ്റവും മികച്ചിരിക്കുന്ന ഈ ഗോൾഡ് അങ്ങ് തന്നെയാണ്. ലോകത്തിലുള്ള സകല ജനങ്ങളെയും മനുഷ്യരെയും എൻ്റെ ആൾക്കാരെയും എല്ലാം അവർക്ക് വേണ്ടുന്ന ആഹാരവും ഭക്ഷണവും കൊടുത്ത് താങ്കൾ അവരെ മനോഹരമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന മഹാപ്രതാപത്തിൽ ആയിരിക്കുന്ന താങ്കൾ തന്നെയാണ് ഈ ഗോൾഡ്. നെബുക്കദ്നേസർ രാജാവ്, അല്ലെങ്കിൽ ബാബിലോണിയൻ എംപയർ, ബാബിലോണിയൻ സാമ്രാജ്യം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ സാമ്രാജ്യത്തിന് ശേഷം വേറൊരു സാമ്രാജ്യം വരും. ആ സാമ്രാജ്യം, അന്ന് ഈ ദാനിയേലിന് ഈ പേരുകളൊന്നും അറിയത്തില്ലായിരുന്നു. താൻ താമസിക്കുന്ന സമയം ഈ പേരുകളൊന്നും അറിയത്തില്ല. ഇപ്പം ഞാനത് എഴുതിക്കുന്നേ ഉള്ളൂ, കാരണം ഈ സംഭവങ്ങളെല്ലാം ഒത്തിരി നടന്നു കഴിഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അന്ന് ദാനിയേൽ കാണുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും ഇത്രയേ ഉള്ളൂ, രാജാവേ, അങ്ങനെയുള്ള താങ്കൾക്ക് ശേഷം താങ്കളെക്കാളും ശക്തി കുറഞ്ഞ വേറൊരു സാമ്രാജ്യം വരും. ആ സാമ്രാജ്യത്തിന് 2 ഭാഗം ഉണ്ടായിരിക്കും. ആ സാമ്രാജ്യം എന്ന് പറയുന്നത് ശക്തി കുറഞ്ഞതും ശക്തി കൂടിയതുമായ 2 സാമ്രാജ്യങ്ങളെ കൂടി ചേർത്തുള്ള ഒരു സാമ്രാജ്യമാണ്. അതാണ് ഈ 2 കൈകൾ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം വെള്ളിയുടെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഗോൾഡിനേക്കാളും പവർ കുറഞ്ഞ, ശക്തി കുറഞ്ഞ ഒരു സാമ്രാജ്യം. അത് 2 സാമ്രാജ്യങ്ങൾ കൂടിച്ചേർന്നുള്ള ഒരു സാമ്രാജ്യമാണ്. അതിനുശേഷം ലോകമാകമാനമുള്ള വേറൊരു സാമ്രാജ്യം, അത് ഈ വെള്ളിയേക്കാളിലും പൊന്നേക്കാളിലും ഇൻഫീരിയറാണ്, ശക്തി കുറഞ്ഞതാണ്. അങ്ങനെയുള്ള രാജ്യം ഒരു സാമ്രാജ്യം ഉണ്ടാകും. അതിനുശേഷം അതിനേക്കാളും ഇൻഫീരിയറായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരിക്കുന്ന ഈ ഇരുമ്പിൻ്റെ ശക്തി പോലെ, ഇരുമ്പിനെ പിന്നെ താമ്രത്തെക്കാളും വിലക്കുറവാണെങ്കിലും ഇരുമ്പിന് ഭയങ്കര ശക്തിയുള്ളതാണ്. അതുപോലെ ശക്തിയുള്ള ഒരു വലിയ ഒരു സാമ്രാജ്യം ഉണ്ടാകും. ആ സാമ്രാജ്യത്തിൻ്റെ അവസാനം ഒരു 10 രാജാക്കന്മാർ എഴുന്നേൽക്കും. ആ 10 രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഈ സാമ്രാജ്യങ്ങളെ എല്ലാം നശിപ്പിച്ചിട്ട് സ്വർഗരാജ്യം സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ നിർത്തിയിട്ട് നിങ്ങളോടൊന്ന് ചോദിക്കാൻ പോവുകയാണ്. ഇത് മനസ്സിലായവരെല്ലാം ഒന്ന് കൈ നോക്കി. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ പറയാൻ വേണ്ടിയാണ്. ഓക്കെ, പലരും കൈ പൊക്കുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ സംസാരിക്കാം. എന്നാൽ ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? ഒരാൾ അല്ല 2 പേരൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ് എന്താ നമ്മുടെ ഇന്നത്തെ വിഷയം? സിസ്റ്റർ സിന്ധു മോൾ, ക്യാൻ യു സേ വാട്ട്? അന്ത്യകാലത്ത് ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും? അന്ത്യകാലത്ത് ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുകയാണ് നമ്മുടെ വിഷയം. അതാണ് വിഷയം. അപ്പോൾ ആ വിഷയം പിന്നെ അന്ത്യകാലത്ത് ലോകരാജ്യങ്ങൾക്ക് അത് എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആൾ വിചാരിച്ചത് നെബൂഖദ്നേസർ രാജാവ്. അദ്ദേഹം ബാബിലോൺ ഭരിച്ചിരുന്ന കാലമാണ്. അപ്പം അദ്ദേഹത്തിന് മനസ്സിൽ വന്നത് എൻ്റെ സാമ്രാജ്യമായിരിക്കുന്ന ബാബിലോണിന് എന്ത് സംഭവിക്കും, അല്ലേ? അപ്പം അതിൻ്റെ മറുപടി ദൈവം ഒരു സ്വപ്നത്തിൽ കൂടി രാജാവിന് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ സ്വപ്നത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ ഒരു ബിംബമാണ് തനിക്ക് വെളിപ്പെടുത്തിയത്. ആ ബിംബത്തിൽ തലയിൽ സ്വർണം, അതിൻ്റെ താഴെയായിട്ട് കൈകളും നെഞ്ചും വെള്ളി, പിന്നീട് അതിന് താഴെയായിട്ട് അരയും വയറും താമ്രം, കാലിൻ്റെ
വിരലുകളും ഇരുമ്പും കളിമൺ. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തു. ഇതാണ് സ്വപ്നം, ഇതാണ് ബിംബത്തെ കണ്ട സ്വപ്നം. ആ സ്വപ്നത്തെക്കുറിച്ച് താൻ പിന്നീട് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, രാജാവേ, ഈ സ്വർണം മറ്റുള്ള എല്ലാ മെറ്റലുകളെക്കാളും ലാലു പാസ്റ്റർ, മെറ്റൽ എന്നുള്ളതിൻ്റെ മലയാളം എന്തുവാ? ലോഹം. ലോകം. 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 അപ്പം മറ്റുള്ള ലോഹങ്ങളെ ഏറ്റവും അപേക്ഷിച്ച് ഏറ്റവും വിലയേറിയതാണ് ഈ തങ്കം, ഗോൾഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദാനിയേൽ പറഞ്ഞു, രാജാവേ, ഈ ബിംബത്തിൻ്റെ തലയായിരിക്കുന്നത് അങ്ങാണ്. അങ്ങാണ് ഏറ്റവും പ്രതാപമുള്ളവനും ശക്തിയുള്ളവനും മഹാനുമായിരിക്കുന്നത് ആയ രാജാവാണ് അങ്ങ്. അങ്ങേക്ക് ശേഷമായിട്ട് അങ്ങേക്കാളിലും പ്രതാപം കുറഞ്ഞ വേറൊരു രാജ്യം, മെറ്റല് വെള്ളി പോലെ, തങ്കത്തെക്കാളിലും വില കുറഞ്ഞതുപോലുള്ള, അതുപോലെ അതിനേക്കാളിലും അല്പം കൂടെ ഇൻഫീരിയർ ആയിട്ടുള്ള പവർ കുറഞ്ഞതായ വേറൊരു രാജ്യം ഉണ്ടാകും. അതിൽ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് കൂടിയ ഒരു രാജ്യമാണത്. അതിനുശേഷമായിട്ട് വീണ്ടും താമ്രം പോലെ ശക്തി കുറഞ്ഞ, വെള്ളിയേക്കാളിലും ശക്തി കുറഞ്ഞ വേറൊരു രാജ്യമുണ്ടാകും. അത് ലോകമാകമാനമുള്ള ഒരു രാജ്യമായിരിക്കും. അതിനുശേഷം താമ്രത്തിനേക്കാളിലും ശക്തി കുറഞ്ഞ ഇരുമ്പ് പോലുള്ള ഒരു രാജ്യം ഉണ്ടായിരിക്കും. കൂടി തന്നെ ഇരുമ്പിൻ്റെ കൂടെ തന്നെ കളിമണ്ണുമുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമയത്ത് അതിൻ്റെ ലീഡേഴ്സ് തമ്മിൽ നല്ല ഒരു പരസ്പര സ്നേഹമോ ബഹുമാനമോ യൂണിറ്റിയോ ഇല്ലാത്ത ഒരു സാമ്രാജ്യമായിരിക്കും. ഇതാണ് ഈ തൻ്റെ കാലശേഷം ഈ ബാബിലോണിയ സാമ്രാജ്യത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് താൻ പറഞ്ഞത്. ആ ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ പദവി പോകും. അതിന് ശേഷം വേറൊരു രാജ്യം വരും. അതിനുശേഷം അതിനേക്കാളും പവർ കുറഞ്ഞ വേറൊരു രാജ്യം വരും. അതിനേക്കാളും പവർ കുറഞ്ഞ വേറൊരു രാജ്യം വരും. ആ രാജ്യത്ത് 10 രാജാക്കന്മാരുണ്ടായിരിക്കും. ആ 10 രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഈ സാമ്രാജ്യങ്ങളെ എല്ലാം ഇടിച്ച് കളഞ്ഞ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ എന്നേക്കുമുള്ള ഒരു സാമ്രാജ്യം ഉണ്ടാക്കും എന്ന് താൻ അവിടെ പറഞ്ഞു. നമുക്കിപ്പോൾ മനസ്സിലായി, ഇത് വർഷങ്ങൾക്ക് മുമ്പ് BC 606, ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ട് വേണം, ഞാൻ പലപ്പോഴും ഒരു റെഫറൻസായിട്ട് പറയാൻ പോകുന്ന ഒരു ഡേറ്റാണ്. BC 606, 606, BC 606 ആണ് നെബൂഖദ്നേസർ രാജാവ്, ബാബിലോൺ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിൽ വരികയും യെരുശലേമിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവിടെ മുതൽ നമ്മൾ ഇങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചരിത്രത്തിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ്, രണ്ട് സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. അതാണ് അസീറിയ സാമ്രാജ്യവും അതിന് പിന്നായിട്ട് മിസ്രൈം സാമ്രാജ്യം, ഈജിപ്റ്റ്. അപ്പം ബാബിലോൺ സാമ്രാജ്യം അതിന് ശേഷം നമുക്കറിയാം, ഹിസ്റ്ററി ഇന്ന് നമുക്കറിയാം. അന്ന് ദാനിയേലിന് അറിയത്തില്ലായിരുന്നു, നെബൂഖദ്നേസർ രാജാവിനും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ചരിത്രം അറിയാവുന്ന നമുക്കറിയാം, ആ ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം ഉണ്ടായ ഒരു സാമ്രാജ്യമാണ് മീഡോ പേർഷ്യൻ സാമ്രാജ്യം. ഞാൻ പറഞ്ഞില്ല, 2 കൈ ഉള്ളത് 2 സാമ്രാജ്യങ്ങൾ, മേദ്യരും പേർഷ്യരും. ഇന്നത്തെ പേർഷ്യ എന്ന് പറയും, ഇന്നത്തെ ഇറാനാണ് അന്നത്തെ പേർഷ്യ എന്ന് പറയുന്നത്. ആ പേർഷ്യനും മേദ്യരും കൂടെ കൂടിച്ചേർന്ന മീഡോ പേർഷ്യൻ എന്ന് പറയുന്ന സാമ്രാജ്യം ഈ ബാബിലോണിയ സാമ്രാജ്യത്തെ നശിപ്പിച്ച് അതിനെയും കൂടെ എടുത്ത് ഒരു സാമ്രാജ്യമായിട്ട് മാറും. വീണ്ടും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിനുശേഷമായിട്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നമുക്ക് എല്ലാവർക്കും വളരെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മഹാനായ അലക്സാണ്ടർ, അദ്ദേഹം ഈ മീഡോ പേർഷ്യൻ രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ലോകമാകമാനം ഏകദേശം ഇന്ത്യ വരെ അദ്ദേഹം തൻ്റെ സാമ്രാജ്യം വികസിപ്പിച്ചു വന്നു. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മാർഷ് ഫീവർ പിടിച്ച് അദ്ദേഹം മരിച്ചു പോവുകയും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം, അദ്ദേഹത്തിൻ്റെ 4 ജനറൽസ്, അത് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ പേരിച്ച് പഠിക്കും, 4 ജനറൽസ് എടുത്തു. അതിനുശേഷമാണ് റോമ സാമ്രാജ്യം അത് എടുത്ത് അതിനെ തോൽപ്പിച്ച് റോമ സാമ്രാജ്യമായിട്ട് മാറി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ കാലയളവ് എന്ന് പറയുന്നത്
ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ കാലയളവാണ്. എന്നാൽ അന്നത്തെ പോലുള്ള ശക്തിയോ അന്നത്തെ പോലുള്ള ഒരുമനയോ ഒന്നും ഈ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്നത്തെ മോസ്റ്റ്ലി യൂറോപ്യൻ കൺട്രീസാണ്. നിങ്ങൾക്കറിയാമല്ലോ, യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഒരുപോലെ നിൽക്കുന്നെങ്കിലും അതിനകത്ത് വളരെ ഐക്യതയൊന്നുമില്ല. അതുപോലെ തന്നെ അതിൽ നിന്ന് വിട്ടുപോയ പല രാജ്യങ്ങളുണ്ട്. ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞാൽ, ഈ രാജാക്കന്മാർ, ഈ റോമൻ എംപയറിൽ 10 രാജാക്കന്മാരുണ്ടാകുന്ന ഒരു സമയം വരും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇല്ലാതെ പോലെ തോന്നിക്കുന്ന ഈ റോമാ സാമ്രാജ്യം വീണ്ടും ഒന്നുകൂടെ റിവൈവ് ചെയ്ത് വരും. ഒന്നുകൂടെ ഒന്ന് റിവൈവ് ചെയ്ത മുമ്പോട്ട് വരും. ആ സമയത്ത് 10 രാജാക്കന്മാരെന്നുള്ളതാണ് ഈ ദാനിയേല് ഈ നെബൂഖദ്നേസറിന് കൊടുത്തൊരു അടയാളം. ഈ 10 രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം. ഇനി നമുക്ക് ദാനിയേൽ പ്രവചനത്തിലോട്ട് പോയി 5 സിസ്റ്റർ അതിൻ്റെ അതിൻ്റെ 44 വാക്യം എന്നുള്ളത് വായിച്ചാട്ടെ. ഈ കാര്യം പറഞ്ഞു വന്നുള്ളൂ നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടി. 44. ഈ രാജാക്കന്മാരുടെ കാലത്ത് ഈ രാജാക്കന്മാരുടെ കാലത്ത് ഒന്ന് നിർത്തണേ. ഏത് രാജാക്കന്മാരുടെ കാലത്താണ്? ഈ 10 രാജാക്കന്മാരുടെ കാലത്ത്. അതാണ് ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്ന് പറയുമ്പോൾ ഈ 10 രാജാക്കന്മാരുടെ കാലത്ത്. ഇനി വായിച്ചാൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതികൾക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. വെരി ഗുഡ്. അപ്പോൾ ഈ 10 രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ 10 രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം സ്ഥാപിക്കുന്ന സാമ്രാജ്യം എന്ന് പറയുന്നത് ദൈവ സാമ്രാജ്യം, യേശുക്രിസ്തുവിൻ്റെ രാജ്യമാണ്. അതിനുശേഷം വേറെ ഒരു രാജ്യങ്ങളും അതിനെ കീഴ്പ്പെടുത്തില്ല. ലോകരാജ്യങ്ങളെല്ലാം അവസാനിക്കും ഇതോടെ എന്ന് നമുക്ക് ഈ പ്രവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇപ്പോൾ മനസ്സിലായവരെല്ലാം ഒന്ന് കൈപൊക്കി. ഓക്കെ, പലരുടെയും കൈകൾ ഇപ്പം പൊങ്ങുന്നുണ്ട്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ സംസാരിക്കാം. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ പഠിച്ച വിഷയം, ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് നമ്മൾ പറഞ്ഞു. എന്താണ് വിഷയം? ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും, എന്ത് സംഭവങ്ങളാണ് ലോകരാജ്യങ്ങൾ തീരുന്നു എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ. അതുകൊണ്ട് അതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ, ലോകരാജ്യങ്ങൾ തീരുക എന്നുള്ളതിൻ്റെ മറുവശം ദൈവരാജ്യം സ്ഥാപിതമായി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അന്ത്യകാല സംഭവങ്ങൾ, ദൈവരാജ്യം വരുന്നു എന്നുള്ളതിനെ കാണിക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇന്നത്തെ നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്, ലോകരാജ്യങ്ങൾ അവസാനിക്കുമ്പോൾ ദൈവരാജ്യം എന്നേക്കുമായി സ്ഥാപിക്കപ്പെടുന്ന ദൈവരാജ്യം വരും. അപ്പോൾ എന്ത് ലക്ഷണങ്ങളാണ് ഈ എന്നേക്കുമുള്ള ദൈവരാജ്യത്തിൻ്റെ വരവിനെ പുറകിലായിട്ട് നമ്മൾ കാണുന്നതെന്ന് ആണ് ഈ വിഷയത്തിൻ്റെ ഒരു മറുവശം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഈ 10 രാജാക്കന്മാരുടെ കാലം എപ്പോഴാണ്? ആരെങ്കിലും ഈ 10 രാജാക്കന്മാരെ കണ്ടിട്ടുണ്ടോ? ഈ റോമൻ എംപയറിലെ 10 രാജാക്കന്മാരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് ഈ 10 രാജാക്കന്മാരുടെ കാലം എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെ വാക്യങ്ങൾ എലിസബത്ത് സിസ്റ്റർ വായിച്ചാട്ടെ. 7 മലയാകുന്നു, അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവനും 7 വരിൽ ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് 1 നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും.
ആ മതി മതി സിസ്റ്റർ. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു, അതിന് മറുപടി റെവലേഷൻ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. എന്നാൽ അതിനെ ഒരു സാരമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ചോദിച്ചു, ഈ 10 രാജാക്കന്മാരുടെ കാലത്താണ് ദൈവം, സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ തൻ്റെ രാജ്യത്വം സ്ഥാപിക്കുക, എന്നേക്കുമായിട്ടുള്ള രാജ്യത്വം സ്ഥാപിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ആ 10 രാജാക്കന്മാരുടെ കാലം? അത് പറയാൻ വേണ്ടിയാണ്, കാണിക്കാൻ വേണ്ടിയാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, ഇവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരം രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഇനിയും നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ ഈ മൃഗം എന്തുവാണെന്നും മൃഗത്തിൻ്റെ ഈ 7 കൊമ്പ് എന്തുവാണെന്നും 7 കൊമ്പ് എന്താണെന്നും അതിനുശേഷമുള്ള 11 കൊമ്പ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഞാനൊരു ഐഡിയ തരാൻ വേണ്ടി പറയുകയാണ്. മൃഗമെന്ന് പറയുന്നത് അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തു അല്ലെങ്കിൽ എന്തായാലും വേറെ അവസാന ക്രിസ്തു എന്ന ആൻറ്റി ക്രൈസ്റ്റ്. അപ്പം ഈ 10 രാജാക്കന്മാർ വെളിപ്പെടാൻ പോകുന്നത് അന്തിക്രിസ്തുവിൻ്റെ സമയത്താണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ചോദിക്കുന്ന ചോദ്യം, 10 രാജാക്കന്മാരുടെ കാലത്ത് യേശു ക്രിസ്തു എന്നേക്കുമുള്ള ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. ആ 10 രാജാക്കന്മാരുടെ കാലം എവിടാണെന്ന് എഴുതുമ്പോഴാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇപ്പോൾ എലിസബത്ത് വായിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഒരു മൃഗത്തെക്കുറിച്ച് പറഞ്ഞു. മൃഗത്തിന് 7 കൊമ്പുകളുണ്ട്. അതിനുശേഷമായിട്ട് ഈ മൃഗത്തിൽ 10 കൊമ്പുകളുള്ളതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ എലിസബത്ത് സിസ്റ്റർ അതൊന്നുകൂടെ വായിച്ചാൽ ഒന്നുകൂടെ മനസ്സിൽ പിടികിട്ടാൻ വേണ്ടി. റെവലേഷൻ 17-ന്റെ 10 മുതൽ 12 വരെയുള്ളത്. അവ 7 രാജാക്കന്മാരും ആകുന്നു. മതി, അവിടെ നിർത്തി വായിക്കണേ. അവർ 7 രാജാക്കന്മാർ, 7 സാമ്രാജ്യങ്ങൾ. അതിൻ്റെ പിന്നിലുള്ള സംഭവം നമുക്ക് വേറെ ദിവസം ഞാൻ പഠിപ്പിക്കാം. നമ്മൾ 7 രാജാക്കന്മാർ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണേ, നമ്മളിപ്പോൾ എത്ര സാമ്രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു? എത്ര സാമ്രാജ്യങ്ങൾ? നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയാം. നമ്മൾ മിസ്രൈം സാമ്രാജ്യം 1, അസീറിയ 2, ബാബിലോൺ 3, മീഡോ പേർഷ്യൻ 4, ഗ്രീഷ്യൻ 5, റോമൻ 6. അപ്പൊ ഇനിയും എലിസബത്ത് അതൊന്നുകൂടെ വായിച്ചാൽ നിർത്തി വായിക്കണേ. 5 പേർ വീണുപോയി. 5 പേര് വീണുപോയി. അപ്പൊ ഇവിടെ പറഞ്ഞു ഒന്ന്, അതിന്റെ അപ്പുറത്തെ വാക്യം ഒന്ന് വായിച്ച സിസ്റ്റർ. 7 അവ 7 രാജാക്കന്മാരുമാകുന്നു. 7 രാജാക്കന്മാരാകുന്നു, എന്നാൽ 5 പേര് വീണുപോയി. അപ്പൊ നമുക്ക് നോക്കാം ആരാ വീണുപോയത്. ഇപ്പോൾ മിസ്രൈം സാമ്രാജ്യം ഉണ്ടോ? ഈജിപ്റ്റ് ഉണ്ട്. ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു നേഷൻ ഇപ്പോഴും ഉണ്ട്. എന്നാൽ അത് സാമ്രാജ്യം പോലെ ആയിട്ടില്ല. അല്ലേ, അതിൻ്റെ ശക്തിയൊക്കെ പോയി, പണ്ടത്തെ പോലുള്ള ശക്തിയില്ല. അപ്പോൾ ഈജിപ്റ്റ് നമുക്ക് വീണെന്ന് പറയാം. ഇന്ന് അസീറിയ ഇല്ല. അസീറിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടർക്കി, ഇറാഖ്, സിറിയ ചേർന്ന ഭാഗങ്ങൾ കൂടി ചേർന്ന ഒരു രാജ്യമായിരുന്നു, സാമ്രാജ്യമായിരുന്നു അസീറിയ. അതില്ല. മൂന്നാമതായിട്ടുള്ള ബാബിലോണും സെയിം തിങ്. ഇറാഖ് ആ സ്ഥലങ്ങളാണ് ബാബിലോണിൻ്റെ. അത് ആ സാമ്രാജ്യമില്ല. മീഡോ പേർഷ്യൻ, മീഡ്സ് എന്ന് പറയുന്നത് ചെറുതായിട്ടുണ്ട്, എന്നാൽ പേർഷ്യൻ ഇപ്പോഴും ഉണ്ട്, എന്നാൽ ഒരു സാമ്രാജ്യമായിട്ടില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പേർഷ്യൻ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഇറാൻ. അതുകൊണ്ട്, എന്നാൽ ലോക സാമ്രാജ്യങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തി ഭരിക്കുന്ന ഒരു ശക്തി ഇറാനില്ല. അപ്പം 4. പിന്നുള്ളത് 5 റോമാ സാമ്രാജ്യം. ഇപ്പോഴങ്ങനെ ഒരു റോമാ സാമ്രാജ്യം, ഇറ്റലി ഉണ്ട്, റോമുണ്ട്, എന്നാൽ ലോകം മുഴുവൻ കീഴടക്കി ഭരിക്കുന്ന ഒരു റോമാ സാമ്രാജ്യമില്ല. അപ്പോൾ എത്ര എണ്ണം വീണു? 5. 5. ഒരാളൊന്ന് അല്ലെ സിസ്റ്ററിനെ പറഞ്ഞു. എന്തോ 5ാമത്തെ ഗ്രീക്ക്. അതെ. അപ്പോൾ 5 വീണത് 5 ഏതാണ്? ഈജിപ്റ്റ്, അസീറിയ, ബാബേല്, മേദ്യ പേർഷ്യ, റോമൻ. റോമനല്ല, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. റോമനല്ല, ഗ്രീക്ക്. 5. അപ്പൊ ഈ 5 രാജ്യങ്ങൾ വീണു. ഈ 5 രാജ്യങ്ങൾ ഇതെപ്പോഴാണ് ഈ ദാനിയേൽ ഈ പ്രവചനം എഴുതുമ്പോൾ
ഐ എം സോറി, അപ്പോസ്തലനായ യോഹന്നാൻ ഈ റെവലേഷൻ എഴുതുമ്പോൾ ഓൾമോസ്റ്റ് AD 100 ചിലർ പറയുന്നു AD 80, ഏതായാലും കൊള്ളാം. ആ സമയത്ത് എഴുതുമ്പോൾ മിസ്രൈം സാമ്രാജ്യമില്ല, അസീറിയ സാമ്രാജ്യമില്ല, ബാബിലോൺ സാമ്രാജ്യമില്ല, മീഡോ പേർഷ്യൻ സാമ്രാജ്യം ഇല്ല, ഗ്രീഷ്യൻ സാമ്രാജ്യവുമില്ല. പിന്നെ അന്നേരമുള്ള എന്താണ്? റോമൻ സാമ്രാജ്യം. അതുകൊണ്ട് ഇനിയും എലിസബത്ത് ഒന്നുകൂടെ വായിച്ചാൽ ആദ്യം മുതൽ 7 രാജാക്കന്മാർ മുതൽ. അവ 7 രാജാക്കന്മാരുമാകുന്നു, ആ 5 പേർ വീണുപോയി. 5 പേര് വീണുപോയി. 5 പറഞ്ഞ് ഗ്രീഷ്യൻ വരെയുള്ള 5 എണ്ണം വീണുപോയി. ഇനിയും ഒരുത്തനുണ്ട്. അതാരാ ഉള്ളത്? ഈ അപ്പോസ്തലനായ യോഹന്നാന്റെ കാലത്തുള്ള സാമ്രാജ്യം ഏതാണ്? റോമൻ. റോമ സാമ്രാജ്യം. അതാണ് ഒരുത്തനുണ്ട്. ഇനി എന്തുവാ? അതാണ് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. മറ്റവൻ ഇതേവരെ വന്നിട്ടില്ല. അവൻ എന്നാ വരുന്നെന്നാണ് നമ്മൾ ഇച്ചിരി മുമ്പേ വായിച്ചത്. ഈ 10 രാജാക്കന്മാരുടെ കാലത്ത് അന്തിക്രിസ്തുവിൻ്റെ സമയത്താണ് ഈ 7ാമത്തവൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. അപ്പം 5 പേര് യോഹന്നാൻ ഈ റെവലേഷൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ 5 സാമ്രാജ്യങ്ങൾ പോയി. 5 സാമ്രാജ്യങ്ങൾ പറയുമ്പോൾ 5 രാജാക്കന്മാരും സെയിം തിങ്. അത് പോയി. 6ാമത്തേതുണ്ട്, അത് റോമൻ. ഇപ്പം നമുക്ക് പറയാൻ പറ്റും അതും പോയി. നമ്മൾ അതിൻ്റെ റോമാ സാമ്രാജ്യത്തിൻ്റെ കാലയളവിലാണ് താമസിക്കുന്നെങ്കിലും ആ സാമ്രാജ്യമായ റോം ഇപ്പോഴില്ല. ഇനിയും 7ാമത് ഇതേവരെ വന്നിട്ടില്ല. ആ 7ാമത് വരുന്നതാണ് അന്തിക്രിസ്തു. ആ അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് 10 രാജാക്കന്മാരെ കൂടിച്ചേർന്ന ഒരു ഫെഡറേഷൻ ഉണ്ടാകും. ആ സമയത്താണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ രാജ്യസ്ഥം സ്ഥാപിക്കുവാൻ ഈ ലോകത്തിൽ സ്ഥാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് കൈകൊടുത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാനൊന്നും പേരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സാറേ ഇത് മനസ്സിലായത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. കേട്ടോ പറയുന്ന കേട്ടോ സാറേ. ഇതെല്ലാം മനസ്സിലാക്കിയല്ലേ പിന്നെ ഇത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് വീണ്ടും കൂടുതൽ പ്രയാസങ്ങളായിട്ട് വരും. അപ്പോഴിത് ഇപ്പോൾ അടിസ്ഥാനം നല്ലോണം ഇട്ട് നമുക്ക് പണിത് പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇതായിട്ട് പോകുന്നത്. തന്നെയല്ല, നിങ്ങളിത് വീട്ടിൽ പോയി ഇതെടുത്ത് വീണ്ടും നിങ്ങളിത് പഠിക്കണം. അതിൻ്റെ കൂടെ വേറെ നിങ്ങൾക്ക് വായിക്കാനുള്ള പല സാഹചര്യങ്ങളുണ്ട്, അതും വായിക്കണം. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് ഈ 10 രാജാക്കന്മാരെ ഏത് കാലത്താണ് വരുന്നെന്നാ പറഞ്ഞത്? അന്തിക്രിസ്തുവിന്റെ സമയം. വെരി ഗുഡ്, വെരി ഗുഡ്. അന്തിക്രിസ്തു എന്നാ വരുന്നത്? അതെ, ഞാനൊരു പെട്ടെന്ന് പറയാം, നമ്മൾ ആ ഭാഗം വീണ്ടും പഠിക്കും. അന്തിക്രിസ്തു വരുന്നതിന് കർത്താവ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ തന്നോട് ചോദിച്ചു, എന്നാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്? എന്താണ് നിന്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ 24-ാം അധ്യായത്തിൽ കർത്താവ് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, പിന്നെ പെസ്റ്റിലൻസ്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് താൻ പറയുകയാണ് ഈ ഗാസ്പൽ, ഈ സുവിശേഷം ലോകത്തെല്ലാടും അറിയിച്ചു കഴിയുമ്പോൾ ഞാൻ വരും. When this gospel is preached in all the world for a testimony, then it is the end. അത് എന്തോത്തിൻ്റെ എൻഡ് ആണെന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ആ സമയം ഞാനൊരു ടൈം ഫ്രെയിം തരാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, നമ്മുടെ ഈ കാലയളവിൽ സുവിശേഷം എല്ലായിടത്തും എത്തിയിട്ടുണ്ടോ? ഇല്ല. നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഈ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാം എല്ലായിടത്തുമായി. അതുകൊണ്ട് സുവിശേഷം എത്തിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സൂക്ഷ്മമല്ല. ഞാൻ ഈ മത്തായിയുടെ സുവിശേഷം പെട്ടെന്നൊന്ന് വായിക്കാം, നമുക്ക് സമയം
തീരാറായി. എന്നാലും അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 14-ാം വാക്യത്തിൽ, and this gospel of the kingdom will be preached all the world as a witness to all the nations, and then the end will come. ഓക്കെ, നമ്മൾ എൻഡ് ടൈംസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, സുവിശേഷം ലോകത്തിലുള്ള എല്ലാവരോടും എല്ലാ രാജ്യങ്ങളോടും സംസാരിച്ച് കഴിയുമ്പോൾ ഈ എൻഡ് അവസാനമാകും. അപ്പോൾ അതെന്നാണ് നമുക്കറിയത്തില്ല. എന്നാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം, അതും കൂടെ പെട്ടെന്ന് കാണിച്ചില്ല, നമ്മൾ പിന്നെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്നാലും റോമാലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 25 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, അഞ്ജു സിസ്റ്റർ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മതി മതി, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാൻ വേണ്ടിയാണ്. ഗാസ്പൽ എല്ലായിടത്തും എത്തിയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ വരവ് കള്ളൻ്റെ വരവ് പോലെ ഇരിക്കും. നിങ്ങൾക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ റെഡി ആയിട്ടിരിക്കണം പോകാൻ വേണ്ടി. കാരണം ഈ ഗാസ്പൽ പറഞ്ഞ് എല്ലായിടത്തും എത്തിക്കഴിയുമ്പോൾ ലോകത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഏജിൻ്റെ അവസാനമാകും. എന്നാൽ അതിനേക്കാളും അല്പം കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കർത്താവിൻ്റെ വരവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ യഹൂദന്മാർ ഇപ്പോൾ അവർക്ക് പാർഷ്യൽ ബ്ലൈൻഡ്നെസ്, അവർക്ക് മന്ദത ഭവിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു കാലത്ത് യഹൂദൻ മുഴുവനായിട്ടും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ രക്ഷിക്കപ്പെടുന്ന സമയമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ വരവ്. പ്രൈസ് ദി ലോർഡ്, തൻ്റെ ഗ്ലോറിയസ് കമ്മിങ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ പോയി, ഞാൻ ഒരു ടൈം ലൈൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈ യുഗം അവസാനിക്കുമ്പോൾ ഇത് സഭയുടെ യുഗമാണ്. ഈ സഭയുടെ യുഗത്തിൻ്റെ അവസാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് 24-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അത് ഇതേവരെ വന്നിട്ടില്ല. ആ യുഗം അവസാനിക്കുമ്പോൾ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും, സഭയുടെ റാപ്ചർ. ആ സമയം മുതൽ 7 വർഷങ്ങളാണ് ഈ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണം. അതിൽ ആദ്യത്തെ 3.5 വർഷം താൻ വളരെ നല്ലവനായിട്ടും മര്യാദക്കാരനായിട്ട് എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലുള്ള സ്വഭാവം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ 3.5 വർഷക്കാലം കഴിയുമ്പോൾ ഈ ചെയ്ത എല്ലാ കവനൻറ്റും മാറ്റിയിട്ട് തൻ്റെ തനി സ്വഭാവം മാറ്റി പീഡനത്തിൻ്റെ അവസരത്തിലേക്ക് വരും. ആ പീഡനത്തിൻ്റെ അവസാനമാണ്, 7-ാം വർഷത്തിൻ്റെ അവസാനമാണ് യഹൂദൻ ദൈവത്തോട് കരഞ്ഞു നിലവിളിക്കുക. 3 വർഷത്തെ പീഡനത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും പ്രോമിസുകളും എല്ലാം അബ്രഹാമിനോടും അബ്രഹാമിൻ്റെ സന്തതിയോടുമാണ്. നമുക്കുള്ളതുകൊണ്ട് അവർക്കുള്ളതുകൊണ്ട്. അങ്ങനെ അവരുടെ ഒരു പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ നിന്നിൽ നിന്ന് പാപം ചെയ്ത് വിട്ടുപോയി, നീ ഞങ്ങളെ ശിക്ഷിക്കുമ്പോൾ ഞങ്ങൾ ആ സമയത്ത് നിന്നോട് കരഞ്ഞു വിളിച്ച് ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ നീ വീണ്ടും മടങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇസ്രായേലുമായുള്ള പ്രമാണം. അതുകൊണ്ട് ഈ ട്രിബുലേഷൻ്റെ സമയത്ത് യഹൂദാജനം കരഞ്ഞു വിളിച്ച് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വരും, ദ ഡെലിവറർ വിൽ കം ഔട്ട് ഓഫ് സയൻ. വിടുവിക്കുന്നവൻ അവൻ സിയോനിൽ നിന്ന് വരും. And he will turn away ungodliness and all Israel. 26-ാം വാക്യം, so all Israel will be saved. അതാണ് കർത്താവിൻ്റെ പരസ്യമായ 2ാമത്തെ വരവ്. അതിന് 7 വർഷം മുമ്പ് സഭയെടുക്കണം. 7 വർഷം അന്ത്യക്രിസ്തുവിൻ്റെ ഭരണം. അപ്പോൾ ഇനി ഞാൻ തിരിച്ചു നിങ്ങൾ ചോദിക്കുകയാണ്, ഈ 10 രാജാക്കന്മാരെ കാലമാ ഏത് കാലമാ?
അന്ത്യക്രിസ്തുവിൻ്റെ കാലം. അന്ത്യക്രിസ്തുവിൻ്റെ കാലം എന്ന് പറയുന്നത് സഭ എടുത്തതിന് ശേഷമുള്ള 7 വർഷങ്ങൾ. ആ 7 വർഷത്തിൻ്റെ ഏകദേശം പകുതിയാകുമ്പോഴാണ് തൻ്റെ തനി സ്വഭാവം വരാൻ പോകുന്നത്. ആ സമയത്ത് തനിക്ക് ഭരണത്തിന് തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ 10 രാജാക്കന്മാർ. അവരുടെ കാലത്താണ് അതിൻ്റെ അവസാനത്തോളം വരുമ്പോഴത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അന്ന് താൻ വരുമ്പോൾ നമ്മൾ വായിച്ചതുപോലെ ലോക സാമ്രാജ്യങ്ങളെ എല്ലാം നശിപ്പിച്ചിട്ട് തൻ്റെ സാമ്രാജ്യം താൻ ഈ ലോകത്തിൽ സ്ഥാപിക്കും. പിന്നെ അതിന് ശേഷം വേറെ സാമ്രാജ്യങ്ങളൊന്നും അതിനെ കീഴ്പ്പെടുത്തില്ല. അങ്ങനെ ഉള്ള ഒരു ഒരു രാജ്യം നമുക്കിവിടെ സ്ഥാപിക്കാം. ദൈവം സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ്. ഇനി ഞാനിവിടെ ഒരു സ്ലൈഡും കൂടെ നിങ്ങളിത് വീട്ടിൽ പോയി വായിച്ചു. ആരാണ് ഈ 10 രാജാക്കന്മാർ? ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം, ബൈബിൾ സ്കോളേഴ്സിൻ്റെ അഭിപ്രായം, ഈ 10 രാജ്യങ്ങൾ സങ്കീർത്തന പുസ്തകത്തിൽ 83-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏദോമ്യര്, ഇഷ്മായേലര്, മോവാബ്യര്, ഹഗര്യര്, ഗബാലും, അമോനും, അമാലേക്കും, ഫെലസ്ത് ദേശവും, സോർ നിവാസികളും 10 രാജ്യങ്ങൾ. അത് ഞാനൊരു ബൈബിൾ സ്കോളറിൻ്റെ ആ രീതിയിലുള്ളൊരു ഇതാണ് പറഞ്ഞത്. ശരിയാണെന്നോ തെറ്റാണോ എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഇതിനെക്കുറിച്ച് ആരാണ് ഈ 10 രാജാക്കന്മാരെന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങൾ പറയുകയാണ്. അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് അല്പം കൂടെ വിവരിച്ച് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ഇതായിരിക്കാം 10 രാജാക്കന്മാർ. എനിവേ, ഇന്ന് രാത്രി നമ്മുടെ പഠനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ വിഷയം നെബൂഖദ്നേസർ എൻ്റെ രാജകീയ മെത്തയിൽ താൻ കിടന്നപ്പോൾ തന്നെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. എൻ്റെ ഈ മഹാരാജ്യമായിരിക്കുന്ന ബാബിലോൺ, എൻ്റെ വലിയ പ്രതാപമായിരിക്കുന്ന ഈ രാജ്യം, അതിൻ്റെ ഭാവി എന്താണ് എന്ന് ചിന്തിച്ച് ആ രാത്രിയിൽ ദൈവം നെബൂഖദ്നേസറിനെ ഒരു സ്വപ്നത്തിൽ കൂടി ഈ വിവരം വെളിപ്പെടുത്തി. ആ സ്വപ്നത്തിൽ ഒരു വലിയ ബിംബം, ആ ബിംബത്തിന് 4 ലോഹങ്ങൾ, അതിലേറ്റവും കൂടിയ വിലയുള്ളതായ ഗോൾഡ്, വെള്ളി, താമ്രം, ഇരുമ്പും കളിമണ്ണും. ഇത് ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളെ കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. നെബൂഖദ്നേസറിനോട് ലോകരാജ്യങ്ങളുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവരാജ്യം ഇതാ വേണ്ടി വരുന്നു. അങ്ങനെ ആരും തൊടാതെ കൈയില്ലാതെ പൊട്ടിത്തെറിച്ചു വന്ന ആ പാറ, അത് യുഗങ്ങളുടെ പാറയായ യേശുവാണ്. അവൻ ഈ ലോകത്തിൽ വന്ന് ലോക സാമ്രാജ്യങ്ങളെ മുഴുവനും നശിപ്പിച്ച് അന്ത്യക്രിസ്തുവിൻ്റെ ഭരണം അവസാനിപ്പിച്ച് ഈ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കും. എന്നേക്കും നിലനിൽക്കുന്ന ദൈവരാജ്യം സ്ഥാപിക്കും. അപ്പോൾ എന്താണ് നെബൂഖദ്നേസറിനുള്ള ദൈവത്തിൻ്റെ ആലോചന എന്ന് പറഞ്ഞാൽ, നെബൂഖദ്നേസറേ, നിന്റെ ഈ വലിയ ഭരണവും നിന്റെ വലിയ പ്രതാപവും നിന്റെ ശക്തിയും എല്ലാം എൻ്റെ ഭരണത്തിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. നിനക്കിതിനപ്പുറമായിട്ട് ഒന്നുമില്ല. ഞാനാണ് രാജാവ്, ഞാനാണ് രാജാതി രാജാവ്, എൻ്റെ രാജ്യമാണ് എന്നേക്ക് നിൽക്കുന്ന രാജ്യമെന്ന് ഈ മഹാപ്രഭുവായിരിക്കുന്ന ഈ രാജാവിനോട് പറഞ്ഞ് ആ രാജാവിനെ തൻ്റെ ആ ക്രിസ്തുവിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ ആ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് ഈ സ്വപ്നത്തിൽ കൂടി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിലെ നമ്മുടെ വിഷയം, പ്രൈസ് ദി ലോർഡ്, അന്ത്യ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമാണ് ഈ 10 രാജാക്കന്മാർ. ആ 10 രാജാക്കന്മാർ ഭരണത്തിൽ വരുമ്പോൾ ഓർത്തോണം, ദൈവരാജ്യത്തിൻ്റെ ആ സമ്പൂർണ്ണ സ്ഥാപനത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു വാനമേഖയിൽ വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു പക്ഷേ ഈ പാട്ട് അറിയാമെങ്കിൽ ഒന്ന് പാടി. ലാലു പാസ്റ്ററെ ഒരുപക്ഷെ അറിയാമായിരിക്കാം, ഈ ലോകരാജ്യം അസ്തമിക്കാറായി, ആ ലോകരാജ്യം ഇതാ ആഗമിക്കാറായി എന്നുള്ള ഒരു പാട്ട് പാടിക്കൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആദ്യം എങ്ങനെയാണ്? ഈ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, രക്ഷകന്റെ വേല ചെയ്യുവാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുക.
വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുക. ഈ ലോകരാജ്യം അസ്തമിക്കാറാ, ലോകരാജ്യം വീണ്ടും ഇതാ ആഗമിക്കാറാ. ഈ ലോകരാജ്യം അസ്തമിക്കാറാ, വേഗമുണർന്നു ലോകരാജ്യം അസ്തമിക്കാറാ. അപ്പോൾ നെബൂഖദ്നേസറിനുള്ള ദൈവത്തിന്റെ ആലോചന, നിന്റെ ഈ രാജ്യമെല്ലാം അവസാനിക്കും, എൻ്റെ രാജ്യം പണിയും. നമ്മളോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ഇന്ന് രാത്രി, ഈ ലോകരാജ്യം ഇതാ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗം വരുന്ന യേശുവിനെ ഈ ലോകത്തിന് കാണിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ നന്ദി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. വളരെ അനുഗ്രഹീതമായ ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും വളരെ ഇൻഫർമേറ്റീവായി തീർന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം വളരെ ഹോംവർക്ക് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുവാൻ താൻ കാണിക്കുന്ന നല്ല സന്മനസ്സിനായി സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അവസാനമായി പ്രാർത്ഥിച്ചാണ്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാണ്. സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇവിടുത്തെ വിലപ്പെട്ട അഭിഷേകത്തിൽ കൂടെ കേട്ട നല്ല ആലോചനയ്ക്കായി, നല്ല ക്ലാസ്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി ദൈവാസത്തിന്റെ കൂടെ കർത്താവെ അവിടുന്ന് ദൈവാസന ക്ലാസ് എടുക്കുവാനും പഠിപ്പിക്കാൻ കൃപ ചെയ്തല്ലോ. ക്ലാസ് പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. പഠിതാക്കായ എല്ലാവർക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം. പിന്നെ അത് ചിന്തിക്കുവാനും അയവർക്കുവാനും പഠിക്കുവാനും ദൈവഹിത പ്രകാരം ചൂടുവയ്ക്കുന്ന സഹായം നേടിയുവാനും അവിടുത്തെ അഭിഷേകത്തിനെ സഹായിച്ചല്ലോ. നാളെ നടക്കുന്ന മീറ്റിംഗിൽ അത് ക്ലാസ്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അഭിഷേകത്തിനെ പിന്നെ സഹായിക്കണം, ഉപയോഗിക്കണം. സകല മഹത്വം കർത്താവിന്. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. സാറ് തന്നെ അങ്ങ് ആശീർവാദം പറഞ്ഞാട്ടെ. സാർ. The love of our Heavenly Father, the grace of our Lord Jesus Christ, and the communion of the sweet Holy Spirit be with us. And all the things we prayed, and with everyone who attended, for now and forever. And all God's people said, Amen. Amen. Praise the Lord. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് നമ്മുടെ ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ ചേരുവാൻ താല്പര്യമുള്ളവർ, പാട്ട് പാടുവാനോ മറ്റെന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് അറിയിക്കുക. ദൈവം നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. പുതുതായി ജോയിൻ ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പരിചയപ്പെടുന്നതിനൊക്കെ വളരെ സന്തോഷമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും നാളെ ഇന്ത്യൻ ടൈം 8:30 ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗുഡ് നൈറ്റ്. താങ്ക് യു.